അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗാലക്സി മീഡിയ പലണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അസീർ പ്രവാസി സംഘം സംഘടിപ്പിക്കുന്ന ഒരു ഇഫ്താറിലാണ്. മാഷാ അല്ലാഹ്, അതിമനോഹരമായ ഒരു ഇഫ്താർ ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, സ്നേഹ സൗഹാർദ്ദ ഇഫ്താറാണ് ഇവിടെ സംഘടിപ്പിച്ചത്. എല്ലാ മതക്കാരും ഉൾപ്പെടുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇഫ്താറാണ് അസീർ പ്രവാസി സംഘം ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ വീഡിയോസിലേക്കാണ് ഇന്ന് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. അസീർ പ്രവാസി സംഘം അബഹ സംഘടിപ്പിക്കുന്ന സ്നേഹ സൗഹാർദ്ദ ഇഫ്താർ സംഗമത്തിലേക്ക് സ്വാഗതം എന്നുള്ള ഒരു ബോർഡ് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് അസീർ പ്രവാസി സംഘം ആണ് ഇവിടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഒരു ഇഫ്താർ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് സംഘാടകരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം എന്താണെന്ന്. വിവിധ പ്രദേശങ്ങളിലായി അസീർ പ്രവാസി സംഘം എന്ന ഞങ്ങളുടെ അസീർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടന നടത്തി വരാറുള്ള ഇഫ്താർ മീറ്റിൽ ഒരു ഭാഗമാണ് ഇന്നിവിടെ കാണുന്നത്. കഴിഞ്ഞ 21-ാം തീയതി വെള്ളിയാഴ്ച കമ്മീസ് മ്യൂസിയത്തിലായിരുന്നു. അത് ഏകദേശം ഞങ്ങൾ 3000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇഫ്താർ മീറ്റായിരുന്നു. ഇന്നിവിടെ അബ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകദേശം 1500-2000-ഓളം പേർ പങ്കെടുക്കുന്ന ഒരു ഇഫ്താർ മീറ്റാണ് നടക്കുന്നത്. ഇതേപോലെ തന്നെ വിവിധ ഏരിയ പ്രദേശങ്ങളിൽ സറാത്തവിത, അതേപോലെ എല്ലാ വർഷവും ആദർ ഫൈദയും കേന്ദ്രീകരിച്ചെല്ലാം നടന്നു വരുന്നുണ്ട്. ഇഫ്താർ കൂടാതെ വേറെ എന്തൊക്കെ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ? ഇഫ്താർ കൂടാതെ ഞങ്ങൾ ജീവാരുണ്യ പ്രവർത്തന മേഖലയാണ് ഞങ്ങളെ മുഖമുദ്ര തന്നെ. കഷ്ടത അനുഭവിക്കുന്ന ഏതൊരാളും ലോകത്ത് എത്തപ്പെടുന്ന എല്ലാവർക്കും താങ്ങായി നിൽക്കുക എന്നതാണ് സംഘടനയുടെ മുഖമുദ്ര എന്നതാണ്. ആ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തി വരുന്നത്. അത് നല്ല രീതിയിൽ തന്നെ 20 വർഷക്കാലമായിട്ട് അനുവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് അസീർ പ്രവാസി സംഘടന, ഞങ്ങളുടെ ഈ സംഘടന. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഖമീസ് മുഷത്തിൽ ഉണ്ടായിരുന്നല്ലോ, അവിടെ ഏകദേശം എത്ര ആൾ പങ്കെടുത്തിട്ടുണ്ടോ? 3000-ൽ കൂടുതൽ ആളുകൾ പങ്കെടുത്തു. അത് മലയാളികൾ മാത്രമല്ല, വിവിധ ദേശ ഭാഷ എത്തപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളായ എല്ലാവരെയും ഒരു കുടക്കീഴിൽ ജാതിമത ചിന്തകൾക്ക് അതീതമായി ഞങ്ങളുടെ കുടക്കീഴിൽ അണിനിരത്തുക എന്നതാണ് ഞങ്ങളുടെ സംഘടനയുടെ ലക്ഷ്യം. അത് ഞങ്ങൾ 20 വർഷക്കാലമായിട്ട് തന്നെ നടത്തി വരുന്നൊരു പ്രവർത്തനമാണ്. നാട്ടിലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലും മലയാളികൾ പൊളി തന്നെയാണ്. മലയാളി കൂട്ടായ്മ അതിമനോഹരമായ രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഒരുപാട് നന്മ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ എല്ലാവരും. നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം, ജാതിമത ഭേദമന്യേ അല്ലെങ്കിൽ ജാതിമത ചിന്തകൾക്ക് അതീതമായിക്കൊണ്ട് തന്നെ എല്ലാ മനുഷ്യരെയും എല്ലാ രാജ്യക്കാരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ഒരു ഇഫ്താർ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മാഷാ അല്ലാഹ്, എന്തായിരുന്നാലും അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഓരോ നിറത്തിനോ അല്ലെങ്കിൽ ഭാഷക്കോ വ്യത്യാസമില്ലാതെ നല്ലൊരു ഇഫ്താറാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അസീർ പ്രവാസി സംഘം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ് ഈ ഒരു ഇഫ്താർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരു സംഗമത്തിൽ പങ്കെടുത്തിരിക്കുകയാണ്. നേരത്തെ സംഘാടകർ പറഞ്ഞതുപോലെ തന്നെ ഖമീസ് മുഷയത്തിലും 2 ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ 3000-ഓളം ആളുകൾ പങ്കെടുത്ത ഒരു സംഗമം, അവിടെയും ഒരു സൗഹാർദ്ദ സംഗമം തന്നെ നമുക്ക് പറയാം, അവിടെയും നടന്നതായി നമുക്ക് അറിയാൻ കഴിഞ്ഞു. ഇപ്പോൾ അബഹയിലാണ് ഈ ഒരു സംഗമം നടക്കുന്നത്. ഇതുപോലെ കഴിഞ്ഞ 21 വർഷമായി ഈ ഒരു നോമ്പുതുറ എല്ലാ വർഷവും ഇവിടെ അതിവിപുലമായി കൊണ്ട് തന്നെ ഇവിടെ നടത്തി വരാറുണ്ട് എന്നാണ് സംഘാടകർ നമ്മെ അറിയിച്ചത്. എന്തായിരുന്നാലും നല്ല മാതൃകാപരമായ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു സംഘടനയുടെ കീഴിൽ നടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രവാസികളുടെ പ്രയാസങ്ങൾക്ക് കൈത്താങ്ങാവുക എന്നതാണ് ഈ ഒരു കൂട്ടായ്മയുടെ ലക്ഷ്യം. എന്തായിരുന്നാലും എല്ലാവർക്കും ഇതുപോലെ ഈ ഒരു സംഘാടകർക്കും ഇനിയും ഇതുപോലെയുള്ള നന്മകൾ നിറഞ്ഞ നല്ല പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കാൻ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സംഗമത്തിൽ നമുക്ക് കാണാം, മലയാളികൾ മാത്രമല്ല എല്ലാ രാജ്യക്കാരും, അതുമാത്രമല്ല ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലെ ആളുകളും അതുപോലെ മറ്റു രാജ്യക്കാരൊക്കെ ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കുകയുണ്ടായി. കഴിഞ്ഞ 20 വർഷത്തോളമായി ജാതിമത ഭേദമന്യേ എല്ലാവർക്കും
നല്ലൊരു രീതിയിൽ മനുഷ്യരെ ഒരേ കുടക്കീഴിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള നല്ല ഒരു സന്നദ്ധ പ്രവർത്തനമാണ് ഈ ഒരു അസീർ പ്രവാസി കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നല്ല ഒരു രീതിയിലുള്ള ഒരു ഇഫ്താർ തന്നെയാണ് അബഹയിലും ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ കഴിയും, നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ സംഗമിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പും ഈ ഖമീസ് മുഷയത്തിലും മറ്റ് അബഹയുടെ മറ്റു പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ഇഫ്താർ സംഘടിപ്പിക്കുകയുണ്ടായി. ഇത്തരം പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ഇഫ്താറുകളിലും അതുപോലെ തന്നെ മറ്റ് റിലീഫ് പ്രോഗ്രാമുകളിലൊക്കെ അറബ് കൺട്രിയിലും നമ്മുടെ മലയാളികൾ മുൻപന്തിയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ അറബികൾ യൂട്യൂബർമാരടക്കമുള്ള ആളുകൾ ഇവിടെ ഇത്തരം കാഴ്ചകൾ ഒപ്പിയെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനിടയായി. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്കറിയാം, ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഒരേ സമയം ഈ ഒരു ഇത്രയും ഫുഡുകൾ ഒരേ സമയം ഇവിടെ എത്തിക്കാനുള്ള ആ ഒരു സംവിധാനം ഒരുക്കിയത് തന്നെ അതിമനോഹരം തന്നെയാണ്. ഒരുപാട് മലയാളി സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് തന്നെ. അതുപോലെ തന്നെ മറ്റ് അറബ് രാജ്യങ്ങളിലും നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ ഇതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മനുഷ്യത്വപരമായ ഇത്തരം ഇടപെടലുകളാണ് മലയാളികളെ മറ്റു നാട്ടുകാർക്കിടയിലും അതുപോലെ തന്നെ പ്രത്യേകിച്ച് അറബികൾക്കിടയിലും പ്രിയമുള്ളവരായി മാറ്റിയത് മലയാളികളെ. അപ്പോൾ ഇത്രയൊക്കെയാണ് അസീർ പ്രവാസി സംഘം സംഘടിപ്പിച്ച ഇഫ്താറിലെ കാഴ്ചകളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ബാബു പരപ്പനങ്ങാടി, റഷീദ് ചന്ദ്രപിന്നി, അതുപോലെ സുരേഷ് മാവേലിക്കര, അബ്ദുൽ വഹാബ് കരുനാഗപ്പള്ളി, താമരക്ഷൻ ക്ലാപ്പന, നിസാർ കൊച്ചി എന്നിവർ ഈ ഒരു ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകുകയുണ്ടായി. ഇനിയും ഇതുപോലത്തെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ ഈ സംഘടനയ്ക്ക് എന്ന് ആശംസകളോടെ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. അതുപോലെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇത്തരം പ്രവർത്തനങ്ങൾക്കും ഇത്തരം സംഘടനകൾക്കും നമുക്കും അതുപോലെ കൈകോർക്കാം. ഇതുപോലെ അവർക്കുള്ള സഹായ സഹകരണങ്ങളും നമുക്ക് കഴിയാവുന്ന സഹായങ്ങളൊക്കെ നമുക്കും ചെയ്തു കൊടുക്കാം. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇഫ്താറൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ വളരെ അതിമനോഹരമായ രീതിയിൽ തന്നെ നല്ല ക്ലീനാക്കിക്കൊണ്ടാണ് ഈ ഒരു സംരംഭം പൂർത്തീകരിച്ചത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ലൊരു രീതിയിൽ തന്നെ എല്ലാ പ്രവർത്തകരും അതുപോലെ APSൻ്റെ എല്ലാ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകർ ഒരുമിച്ച് കൂടി തന്നെ അവിടെ നല്ല രീതിയിൽ വൃത്തിയായി നല്ല ഒരു ക്ലീനാക്കി തന്നെയാണ് അവിടെ നിന്ന് വിട്ടുപോയത്. അത് പറഞ്ഞറിയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കണം. അതുപോലെ ഇതുപോലത്തെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ഈ സംഘടന പ്രവർത്തകർക്കും APSൻ്റെ എല്ലാ പ്രവർത്തകർക്കും നന്ദി നമസ്കാരം അറിയിക്കുകയാണ്. അതുപോലെ അബഹയിലെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.